എല്ലാവർക്കും എങ്ങനെയാണ് നോട്ട് നെക്ക് ഡിസൈനർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കട്ടിങ്ങിൻ്റെയും അതുപോലെ റഫ് നോട്ടിൻ്റെ ഒക്കെ വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കാണിക്കുന്നുണ്ട്. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ റഫായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇറക്കാണ് എടുക്കുന്നത്. ബാക്കാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. എനിക്ക് 14 ഇറക്കുള്ളത്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂട്ടി 15 ഇറക്കം എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് മാത്രമേ ബാക്കിലേക്ക് കൂട്ടിയിട്ടുള്ളൂ. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ എത്രയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഷോൾഡർ 6.5 ആണ്. 6.5 എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ഷോൾഡർ എന്ന് പറഞ്ഞാൽ 14 ഈ 14 ഞാൻ 2 ഡിവൈഡ് ചെയ്തു. അപ്പോൾ 7 അല്ലേ. ഈ 7 ഞാൻ 2 ഇഞ്ച് കൂടി കുറച്ചു. അപ്പൊ എനിക്ക് 5 കിട്ടി. 5 നോർമലി നമ്മൾ ബ്ലൗസിന് ഷോൾഡർ കൊടുക്കാറ് ഈ 14 ഷോൾഡർ ഉള്ളവർക്ക്. പക്ഷേ ഞാനിവിടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 6.5 കൊടുക്കുന്നത്. അതിന് കാരണം ഇത് നമ്മൾ കുറച്ച് നല്ല വൈഡായിട്ടുള്ള ഒരു നെക്കാണ് തയ്ക്കുന്നത്. നോർമലി 14 ഷോൾഡർ ഉള്ളവർക്ക് നമ്മൾ 5 ബ്ലൗസിന് കൊടുക്കാറ്. പക്ഷേ നമ്മളിവിടെ 6.5 കൊടുക്കുന്നത്. 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. വൈഡ് നെക്ക് ആയതുകൊണ്ടാണ്, ഒത്തിരി വൈഡാണ്, അതുകൊണ്ടാണ് 6.5 കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. കാരണം നമ്മൾ കഴുത്തകലം 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 6.5 കൊടുത്തേ പറ്റുള്ളൂ. 2 ഇഞ്ചെങ്കിലും നമുക്ക് ഗ്യാപ്പ് വേണം. അതുകൊണ്ട് നമ്മൾ 6.5 കൊടുത്തു. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കഴുത്തകലം ഞാൻ 4.5 എടുക്കുന്നുണ്ട്. നോർമലി കഴുത്തകലം 3, 3.25, 3.5 വരെയാണ് എടുക്കാറ്. പക്ഷെ ഞാനിവിടെ 4.5 കഴുത്തകലം എടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം പറയാം. കാരണം നമ്മളിവിടെ നോട്ട് നെക്കാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കഴുത്തകലം 4.5 എടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിനൊപ്പം സെയിം കഴുത്തകലം വേണമല്ലോ. പിന്നെ ഇനി ആം ഹോൾ റൗണ്ട് എൻ്റെ 14 അപ്പോൾ 7 ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിനോട് 2 ഇഞ്ച് കുറച്ച് 5 കിട്ടുന്നത്. 5 6 എടുക്കാം. 6.5 നമ്മൾ ഇവിടെ എത്തിരിക്കുന്നതുകൊണ്ട് 6 നമുക്ക് കൊടുക്കാം കേട്ടോ, ആം ഹോൾ റൗണ്ടിന്റെ അകലം. പിന്നെ ഇനി ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ 34 34 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 കിട്ടും. അതിനോട് കൂടിയിട്ട് 3 ഇഞ്ച് കൂട്ടി, അല്ല 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ എടുക്കുന്നത്. അങ്ങനെ 10.5 ചെസ്റ്റിന്റെ അളവ് കൊടുക്കുന്നത്. അതാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൈക്കുഴി കുഴിച്ചെടുക്കുക. അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബാക്ക് വേസ്റ്റ് എത്രയാണെന്ന് നോക്കുക. എൻ്റെ വേസ്റ്റ് 28. അപ്പൊ 28 നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് എത്ര കിട്ടുന്നോ അത് നമ്മൾ കൊടുക്കുക. അതിനോടുകൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് അത് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ അതും കൂടി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ട, ഒരു ചെറിയൊരു ഷേപ്പ് പോലെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതാ. ഇങ്ങനെയാണ് ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ആ പറഞ്ഞത്. നമ്മുടെ ബാക്കിന്റെ പരിപാടികൾ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്ത് എല്ലാ പോർഷൻസും കറക്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് തുണി 4 മടക്കിയിട്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. ഇതിന്റെ ഒരു റഫ് നോട്ട് ഞാൻ അവിടെ സൈഡിൽ എഴുതി വെക്കുന്നുള്ളൂ. അതായത് നമ്മൾ എടുക്കുന്ന ഷോൾഡർ 14. ആ 14 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 കിട്ടി. അതിനോടുകൂടി 1.5 ഇഞ്ച് കൂട്ടി നമ്മൾ 6.5 എടുത്തു. അങ്ങനെയൊക്കെയുള്ള നോട്ടുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ നോട്ട് എഴുതിയിരിക്കുന്നത്. ബാക്കിലെ കഴുത്തിറക്കം അതുപോലെ ഞാൻ 6 എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഔചിത്യം പോലെ 6 8 എത്രയാന്ന് വെച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 6 ബാക്കിലെ കഴുത്തിറക്കം കൊടുത്തിരിക്കുന്നത്. വല്ലാണ്ട് ഇറക്കിയിട്ടില്ല, കാരണം ഓൾറെഡി കഴുത്ത് ഫ്രണ്ടിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഫ്രണ്ടില് നമ്മൾ 14 നമ്മുടെ ഇറക്കം എന്ന് പറഞ്ഞല്ലോ. അതിനോട് കൂടിയിട്ട് ഞാൻ 2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അതായത് 14 കൂടി 2 ഇഞ്ച് കൂട്ടി 16 എനിക്ക് ലെങ്ത്, ബ്ലൗസിന്റെ ലെങ്ത് കിട്ടുന്നത് കേട്ടോ. എത്രയാണ് നമുക്ക് വേണ്ട ലെങ്ത്, ആ ലെങ്ത്തിനോട് കൂടി 2 ഇഞ്ച് കൂട്ടണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ഇഞ്ച് കൂട്ടി. ഇനി നമ്മൾ ഷോൾഡർ 6.5 തന്നെയാണ്. 6.5 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ 5, പക്ഷെ നമ്മൾ ഇത് കുറച്ച് വൈഡ് ആയതുകൊണ്ട് 6.5 കൊടുത്തു. അതുപോലെ തന്നെ 5 ഞാൻ ആം ഹോൾ റൗണ്ടിന്റെ കൊടുത്തു. ദെൻ നമുക്ക് എത്രയാണ് വേണ്ടത്, ഇനി എടുക്കുന്നതൊക്കെ 2 ഇഞ്ചാണ് നമ്മൾ ബാക്കിലേക്ക് എടുത്തത് കൂട്ടി. അതായത് തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂട്ടിയാണ് എടുത്തത്. പക്ഷെ നമ്മളിവിടെ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. 10 ആണെങ്കിൽ അത് 11.5 ആക്കണം. അങ്ങനെ എല്ലാം 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരച്ച് വെക്കുകയാണ് ചെയ്യണേ. ഇവിടെ നമ്മുടെ ഡയഗണലി നമ്മൾ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് 1 ഇഞ്ച് അവിടെ നോട്ട് ചെയ്യുക.
അതിനുശേഷം 5ന്റെ മിഡ്, ഇതിന്റെ മിഡ് എടുക്കുക. അതിന്റെ മിഡ് എടുത്ത് പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇറക്കി നമ്മൾ ആ കൈക്കുഴി അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ജോയിൻ ചെയ്ത് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈക്കുഴി അങ്ങനെ സെറ്റാവും. കണ്ടോ, ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആ 1 ഇഞ്ചിലേക്ക് മുട്ടിച്ചുകൊണ്ട് കൈക്കുഴി വരച്ചു കൊടുക്കുക. കട്ട് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടില് 2 ഇഞ്ചല്ല കൂട്ടേണ്ടത്, 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് തന്നെ കൂട്ടിയാൽ മതി. ഫ്രണ്ടിൽ തയ്യൽ തുമ്പ് 3 ഇഞ്ച് കൂട്ടി വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് കാരണങ്ങളുണ്ട്, അത് പറഞ്ഞു തരാം കേട്ടോ. അതാ കണ്ടോ, കൈക്കുഴി ഇങ്ങനെ നമ്മൾ കുഴിച്ചെടുത്തു. പിന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനാണ് താഴേക്ക് വരച്ചു കൊടുക്കുന്നത്. ഈ 11.5-യിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കുക. എത്ര വരെയാണ്? 16 വരെ, 16 ഇഞ്ച് വരെ. അതായത് നമ്മുടെ ലെങ്ത് 16 അല്ലേ, അപ്പൊ 16 ഇഞ്ച് വരെ നമ്മൾ വരച്ചു കൊടുക്കുക. നമ്മുടെ അപ്പോൾ വേസ്റ്റിന്റെ നീളം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 11.5 തന്നെയാണ് കേട്ടോ. നീളമല്ല, വീതി എടുത്തിരിക്കുന്നത് 11.5 തന്നെയാണ്. ബാക്കി നമ്മൾ ഈ വീതി ഫുൾ എടുക്കുന്നത് 3 ഇഞ്ച് കൂട്ടിയിട്ടാണ്. പ്രിൻസസ് കട്ട് ആകുമ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി നമ്മൾക്ക് വൃത്തിയിൽ തയ്ക്കാനും കിട്ടും. പിന്നെ തയ്യൽ തുമ്പ് കുറച്ച് ബാക്കി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മിഡ് അടയാളപ്പെടുത്തുക. താഴത്ത് കാണുന്ന 11.5യുടെ മിഡ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും പലതായിരിക്കും. നിങ്ങളുടെ ചെസ്റ്റിന്റെ എത്രയാണോ അതിനോട് കൂടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 3 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നതാണ്. അതിന്റെ മിഡ് എടുത്തു. അതിനോട് കൂടിയിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ 2.5 ഇഞ്ച് കൂട്ടി മുകളിലേക്ക് അടയാളപ്പെടുത്തി, ആ മിഡിന്റെ മുകളിലായിട്ട്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലെ ഈ നമ്മൾ ഈ ജോയിൻ ചെയ്ത് 16ന്റെ ലെങ്ത് കൊടുത്തിട്ടില്ലേ, അവിടേക്ക് ഞാനൊരു 3.5 കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ 2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്, അല്ല 3 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മളൊന്ന് ഒരു വഞ്ചി പോലെ ഒരു ചെറിയ കർവായിട്ട് വരച്ചു കൊടുക്കുക. എന്തിനാ അങ്ങനെ വരച്ചു കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ, കാരണം അവിടെ ഒരു പട്ട പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ബ്ലൗസിന് ഒരു പട്ട പോലെ വരാറില്ലേ, ഫ്രണ്ടിലേക്ക് ഒന്ന് കുഴിച്ചിട്ട് അതുപോലെ വരുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനുള്ള പോർഷനാണ്. ഇവിടെ നമ്മൾ 3.5 എടുത്തിരിക്കുന്നത്. ആ 3.5 അവിടെ നിന്ന് 4 ഇഞ്ച് മാറ്റി നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് നമ്മളൊരു 2.25 മുകളിലേക്ക് അടയാളപ്പെടുത്തണം. ഇത് നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 2.25 തന്നെയാണ് എല്ലാ സൈസിലുള്ളവർക്കും എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 2.25 എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മുകളിലേക്ക് കൊടുക്കുന്ന ഈ 2.5 അത് വ്യത്യാസം വരാറുണ്ട്. പലർക്കും അത് 2.5, 3 അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഈ 4 നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും 4 തന്നെയാണ് കൊടുക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു 2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തുക. ഈ 4ന്റെ അവിടെ നടന്ന് ഒരു 2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തുക. കണ്ടോ, ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ സി കപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയവിടെ നിന്ന് ഒരു 2.25 മുകളിലേക്കായിട്ട് വരച്ചു കൊടുക്കുക. ബ്രസ്റ്റ് പോയിന്റ് നിങ്ങൾ അളന്ന് നോക്കിക്കോ. ഏകദേശം എല്ലാവരുടെയും ബ്രസ്റ്റ് പോയിന്റ് സെയിം തന്നെയായിട്ട് കിട്ടും, ഈ 2.25. ഇനി പ്രത്യേകിച്ച് ഒരു ബ്രസ്റ്റ് പോയിന്റ് നമുക്ക് ഇനി അളന്നെടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2.25ന്റെ കണക്കെടുക്കുന്നത്. 4ന്റെ മുകളിലേക്കായിട്ട് 2.25 അടയാളപ്പെടുത്തുക. ഇതൊരു മീഡിയം സൈസുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പൊ 2.25 അടയാളപ്പെടുത്തി. ഇനി അവിടെ നിന്ന് ഈ 2 ഇഞ്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണം. അതുപോലെ ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ കുഴിച്ചെടുത്തിട്ടില്ലേ, ഈ കുഴിച്ചെടുത്ത അളവില്ലേ, അത് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കുക. അളന്ന് നോക്കിയിട്ട് അതിന്റെ മിഡ് എടുക്കുക. ഇപ്പൊ ഞാൻ സ്കെയിൽ വെച്ചാണ് കാണിച്ചു തരുന്നത്. നമ്മൾ തുണിയിലാവുമ്പോൾ അതിനെ ഇങ്ങനെ കറക്കി ടേപ്പ് വെച്ച് അളന്നെടുക്കണം. അപ്പൊ അതിന്റെ മിഡ് കിട്ടും നമുക്ക്. അതിന്റെ ഇവിടെ ഞാൻ ഏകദേശം ഇവിടെയാണ് മിഡ് അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ഏകദേശം നമ്മൾ അടയാളപ്പെടുത്തുന്നത് കുറച്ച് നീങ്ങിയിട്ടൊരു മിഡ് നമുക്ക് കിട്ടും. ആ മിഡ് അടയാളപ്പെടുത്തുക. അതായത് ഇപ്പൊ 15 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി അളന്ന് കിട്ടിയത് ഒരു 10ഓ 12ഓ എത്രയോ വാട്ടെവർ, അതിന്റെ പകുതി എടുക്കുക. ആ പകുതിയിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് വരച്ചിരിക്കും 4ന്ന് 2.25 എടുത്തിട്ട് ഒരു ബ്രസ്റ്റ് പോയിന്റിന്റെ സൈസ് അടയാളപ്പെടുത്തുക. അത് ബ്രസ്റ്റ് പോയിന്റ് ആണ്. അവിടെ നിന്ന് നമ്മളൊരു സി പോലെ വരച്ചു കൊടുക്കണം. മുകളിലേക്ക് എത്തുമ്പോൾ ഒന്ന് പൊക്കി വരയ്ക്കുക. അങ്ങനെയാണ് നമ്മളിത് പ്രിൻസസ് കട്ട് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അതിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക.
ദാ ആ 2 ഇഞ്ച് നമ്മൾ മാറ്റി അടയാളപ്പെടുത്തില്ല, അവിടെ നിന്നേ നമ്മൾ വരയ്ക്കണം. പിന്നെ ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിൽ കുത്തി വരച്ച പോലെ ഇട്ടിരിക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകാനുള്ള ഭാഗമാണ്. അത് നിങ്ങൾക്ക് തുണിയിൽ വെട്ടുമ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ആ ഉള്ളിലേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് പോയി നമ്മൾ ഈ പീസും ജോയിൻ ചെയ്ത് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുകയാണ്. ഫ്രണ്ടിലത്തെ നെക്ക് ഞാൻ 6.5 എടുത്തിരിക്കുന്നത് കേട്ടോ. 6.5 ഫ്രണ്ട് നെക്ക് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ആ കഴുത്ത് അകലം ഞാൻ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് നമ്മൾ കെട്ട് വീഴാൻ പോകുന്നത് കേട്ടോ. അതിന്റെ കഴുത്തകലം ഞാൻ കൊടുത്തിരിക്കുന്നത് 2.5. അതിൽ നിന്നും മാറി ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് 4.5 കിട്ടിയത്. കാരണം നമ്മളിവിടെ നോട്ട് നെക്കാണ് തയ്ക്കുന്നത്, അതായത് ഒരു W പോലെ ഇരിക്കുന്ന ഒരു കഴുത്താണ് നമ്മളിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടോട്ടൽ കഴുത്തകലം എന്ന് പറഞ്ഞാൽ 4.5. പക്ഷേ കഴുത്ത് നമ്മളിവിടെ ഒരു കെട്ട് വരുന്നത് കൊണ്ട്, ഫ്രണ്ടിലായിട്ടൊരു കെട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അവിടെ ഒരു 2.5 ഇഞ്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി 2 നമ്മളൊരു 5 ഇഞ്ച്, 6.5 ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കുള്ള കഴുത്തകലം. പിന്നെ കെട്ട് വീഴാനുള്ള ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ഈ 6.5യുടെ പകുതി ഞാൻ അവിടെ അടയാളപ്പെടുത്തി, മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ സൈഡിലേക്കായിട്ട് വരച്ചു കൊടുക്കുക. ദെൻ അവിടെ നിന്ന് ഈ 5 ഇഞ്ച് വരച്ചതിലേക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് നമ്മുടെ തുണിയിലാവുമ്പോൾ 1/2 ഇഞ്ച് മാറ്റി കൊടുക്കണം. 1/2 ഇഞ്ച് മാറ്റി പിന്നെ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് W പോലെ ഇരിക്കുന്ന ഒരു കഴുത്ത് കിട്ടും. ആ കഴുത്ത് നമ്മൾ വെട്ടേണ്ടത് ഇനിയിപ്പോ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുക്കുക. ഇതുപോലെ വെട്ടിയെടുക്കുക. ഈ പോർഷൻസ് വെട്ടിയെടുക്കുക. പിന്നെ പ്രിൻസസ് കട്ടിന്റെ ആ ഭാഗം വെട്ടിയെടുക്കുക. ഓക്കെ. ഏകദേശം ബാക്കും ഫ്രണ്ടും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റഫ് നോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം വെട്ടാൻ പോകുന്നത്. മുകളിലേക്കായിട്ട് ഞാനൊരു ലൈനൊക്കെ വരച്ചു കൊടുത്ത് പിന്നെ നമ്മളുടെ ബാക്ക് പോർഷനാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ നമ്മളുടെ റഫ് നോട്ട് നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെ നമ്മൾ ആദ്യം ലെങ്ത് എടുക്കുക. 14 എനിക്ക് ഇറക്കാൻ വേണ്ടിയിരുന്നത്, പക്ഷെ ഞാനിവിടെ 15, 1 ഇഞ്ച് കൂട്ടി 15 എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കണ്ട, ബുക്കിൽ ഞാൻ 15 എടുത്തിട്ടില്ലേ, ആ 15 നിങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിച്ചത്. ഇനി 6.5 ഷോൾഡറിന്റെ 6.5 കാണിക്കാൻ പോകുന്നത്. 6.5 ഇവിടെ നോട്ട് ചെയ്തു. 6.5 നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തകലും അല്ലെങ്കിൽ ആം ഹോളൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ വെച്ചെടുക്കാം. നമ്മൾ എങ്ങനെയാണ് റഫ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കേട്ടോ. ഇത് 2 മടക്കിയ വശത്തുനിന്നാണ് നമ്മളിതൊക്കെ എടുത്തു കൊടുക്കുന്നത് കേട്ടോ. കഴുത്തകലം ഇവിടെ നിന്ന് 2.5, അവിടെ നിന്ന് 2 ഇഞ്ച് 4.5 ടോട്ടൽ കഴുത്തകലം വരുന്നത്. 4.5 ആ 4.5 നമ്മൾ അടയാളപ്പെടുത്തി. ബാക്ക് അല്ലേ, ബാക്ക് ആയതുകൊണ്ട് നമുക്ക് 4.5 ഡയറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തേണ്ടത്. എത്രയാണോ കഴുത്ത് ഇറക്കം വേണ്ടത് നോക്കുക. ബാക്കിന് നിങ്ങളുടെ ഔചിത്യം പോലെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം. എനിക്കിവിടെ 6 വേണ്ടത്, അതുകൊണ്ട് ഞാനിവിടെ 6 അടയാളപ്പെടുത്തി. കഴുത്തകലം കറക്റ്റ് ആണോ എന്ന് എന്നിട്ട് ചെക്ക് ചെയ്യുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് റീചെക്ക് ചെയ്ത് നോക്കുന്നത്. കറക്റ്റ് 4.5 തന്നെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഈ ഇറക്കമൊക്കെ. അപ്പം നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കിന്റെ പരിപാടി അങ്ങനെ നമ്മൾ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരിപാടി കഴിഞ്ഞു അത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ആം ഹോൾ എടുക്കുക. ആം ഹോളിന്റെ ഇത് നമ്മൾ ഇതേപോലെ കുഴിച്ചു കൊടുക്കുക. ആം ഹോളിന് നമ്മൾ ബാക്കിൽ ഡയഗണലായിട്ട് കൊടുക്കുന്നത് 1.5 ഇഞ്ചാണ്. നേരത്തെ റഫ് നോട്ട് എഴുതിയപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിന് നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അത് ചെയ്തു കൊടുക്കാം. ചെസ്റ്റ് നമുക്ക് വേണ്ടത്, ബാക്കിന് വേണ്ടത് 10.5 കേട്ടോ. എത്രയാണ് നമ്മുടെ ചെസ്റ്റ് അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിനോടുകൂടി 2 ഇഞ്ച് കൂട്ടുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മളവിടെ ആ കൈക്കുഴി ഒന്ന് കുഴിച്ചു കൊടുക്കുക. കൈക്കുഴി കുഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഡയറക്റ്റ് വേസ്റ്റ് എത്രയാണെന്ന് അടയാളപ്പെടുത്തി ജോയിൻ ചെയ്യാനുള്ളതുള്ളൂ. അതോടുകൂടി ബാക്കിലത്തെ പണി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നല്ല തുണിയിലേക്ക് കൂടി അത് വെട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലൈനിങ്ങിന്റെ തുണിയിലാണ് വെട്ടിയത്. ഈ വെട്ടിയ തുണി നല്ല തുണിയുടെ മേലെ വെച്ച് സിമ്പിളായിട്ട് വെട്ടിയെടുക്കാവുന്നുള്ളൂ. അപ്പൊ ബാക്കിലേക്ക് എത്രയാണ് വേണ്ടത്, വേസ്റ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടുന്നത്. എനിക്ക് 7 വേണ്ടത്, 2 ഇഞ്ച് കൂട്ടി 9.
അപ്പോൾ 10-9 കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളത് കട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട് വരാനുള്ള കാര്യങ്ങളില്ല. ബാക്ക് സിമ്പിളാണ്. ഫ്രണ്ടിലത്തെ നെക്ക് പോർഷൻ മാത്രമാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത്. നമുക്ക് ബാക്കിൽ അതേപോലെ ഏത് കഴുത്താണ് വേണ്ടത്, നമ്മുടെ ഷേപ്പ് ഏതാണ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ഷേപ്പൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അതിലൊരു മോഡേണൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വെട്ടിക്കഴിഞ്ഞു, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇതിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഈ നെക്കിനെ നമ്മൾ നോർമലി പറയുന്നത് നോട്ട് നെക്ക് എന്നാണ്. പിന്നെ ഇപ്പോൾ ഡബ്ല്യു നെക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്കാണ്. ഇപ്പോൾ സീരിയൽ ആക്ട്രസസ് ഒക്കെ ആയാലും സിനിമയിലൊക്കെ ആയാലും ഒത്തിരി നെക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. താണ്ട ബാക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ബാക്ക്. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബാക്ക്. നല്ല വൈഡായിട്ടുള്ളൊരു ബാക്ക്. കഴുത്തകലം നല്ല വൈഡാണ്. കഴുത്തിറക്കം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതുപോലെ തന്നെ ഫ്രണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. 2 ഇഞ്ചാണ് ഇറക്കെടുക്കുമ്പോൾ കൂട്ടി കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് നമ്മൾ 2 ഇഞ്ച് ഇടുന്നുണ്ട്. ബാക്കിൽ നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളൂ. കാരണം എനിക്കിവിടെ 14 എൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത്. അതിനോടുകൂടി 2 ഇഞ്ച് കൂട്ടി 16 ഞാൻ ഫ്രണ്ട് പോർഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തെ ഇറക്കം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വണ്ണം കൊടുക്കുമ്പോൾ എല്ലാം 3 ഇഞ്ച് കൂട്ടി കൊടുക്കാം. എല്ലാം 3 ഇഞ്ച് കൂട്ടി വേണം ഫ്രണ്ടിലേക്ക് തയ്ക്കാൻ. പ്രത്യേകം ഓർത്ത് വെക്കുക. ബാക്കിലേക്ക് 2 ഇഞ്ച് മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ച് കൂട്ടുന്നുണ്ട്. നമ്മൾ പഴയതുപോലെ തന്നെ ഷോൾഡറിന്റെ അകലം നമ്മൾ 6.5 അടയാളപ്പെടുത്തുന്നുണ്ട്. ബാക്കിൽ നമ്മൾ 6.5 തന്നെ നോട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ഷോൾഡറിന്റെ അകലം കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആം ഹോള് 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് വരെ നിങ്ങൾക്ക് കൊടുക്കാം, 6.5 കൊടുക്കുന്നവർക്ക് കേട്ടോ. അതുപോലെ ഇനി 3 ഇഞ്ച് കൂട്ടി, തയ്യൽ തുമ്പ് 3 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ 10.5 നമ്മൾ ബാക്കിൽ എടുത്തത്. ഇവിടെ എത്രയായിരിക്കണം? 11.5 ആയിരിക്കണം നമ്മുടെ ചെസ്റ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ 11.5 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതുള്ളൂ. എല്ലാം നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ച് ഒന്നും കൂടി പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ടേപ്പ് ആണെങ്കിൽ ഒന്ന് ഇളകിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു സ്കെയിൽ ഉണ്ടാവണം കേട്ടോ. ഇനി അതിൻ്റെ മിഡ് പോർഷൻ അടയാളപ്പെടുത്തുക. 5-ന്റെ മിഡ് പോർഷൻ, ആം ഹോളിൻ്റെ ആണ് മിഡ് പോർഷൻ അടയാളപ്പെടുത്തി. ആ മിഡിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഞാൻ നേരത്തെ റഫ് നോട്ടിൽ വരച്ചില്ലേ, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ കൈക്കുഴി അടയാളം ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ അവിടെ വരച്ചെടുക്കുക. അല്ല, കർവായിട്ടുള്ള ഒരു ഷേപ്പ് നമ്മൾ അവിടെ വരച്ചെടുക്കുക. റൗണ്ട് അല്ല, കർവായിട്ടുള്ള ഒരു ഷേപ്പ് വരച്ചെടുക്കുക. 1 ഇഞ്ചാണ് നമ്മൾ ഡയഗണലായിട്ട് കൊടുക്കുന്നത്. കണ്ട, 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അതിലൂടെ നമ്മൾ ആ കർവ് വരച്ചെടുക്കണം. കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ കർവ് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളത് വരച്ചു. ഇത് പറയുന്നതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ വീതി നമ്മൾ അതിൻ്റെ ഒപ്പത്തിനൊപ്പമാണ് എടുക്കുന്നത്. 11.5 തന്നെയാണ് മുകളിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിലും താഴത്തെ വേസ്റ്റ് നമ്മൾ കാര്യമാക്കുന്നില്ല. 11.5ക്ക് തന്നെയാണ് താഴത്തെ ഇറക്കുന്നത്. കാരണം എന്താ, നമ്മളിവിടെ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഭാഗം ഉള്ളിലുള്ളത് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൂട്ടിയെടുത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് തയ്യൽ തുമ്പും മുകളിലത്തെ പോലെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ താഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അപ്പം നമുക്ക് 11.5 കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ 3.5 മുകളിലേക്ക് കൊടുക്കുക. വണ്ണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് 4 വരെ ആവാം കേട്ടോ. അതായത് ബ്രസ്റ്റ് സൈഡ്സ് 40 മുകളിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ നടുക്ക് നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് 2.5 നമ്മൾ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഇഞ്ച് മാറ്റി 2.25 മുകളിലേക്ക് എടുത്ത് ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചു. ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ പ്രത്യേകമായിട്ട് അളക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അളന്ന് നോക്കിക്കോളൂ. ഏകദേശം ഇത് തന്നെയായിരിക്കും. ഈ പോയിന്റ് തന്നെയല്ലേ നിങ്ങൾക്ക് മുകളിൽ നിന്ന് അളന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ 10.5 കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അത് തന്നെയാണ് എൻ്റെ ബ്രസ്റ്റ് പോയിന്റ്. അപ്പം നിങ്ങൾ അളന്ന് നോക്കുക, നിങ്ങളുടെ ബ്രസ്റ്റ് പോയിന്റ് ഏകദേശം സെയിം തന്നെയായിരിക്കും. ഇനി 4ൽ നിന്ന് 2 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് അളന്നെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, റൗണ്ടിൽ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. ഈ കർവിനെ നമ്മൾ ഇതേപോലെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 10 11 എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഇഞ്ച് എടുക്കുക. അതിന്
പകുതിയാക്കുക. അതാണ് നമ്മുടെ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ഈ ബ്രസ്റ്റ് പോയിന്റിലേക്കും അവിടെ നിന്ന് 2 ഇഞ്ച് മാറ്റിയിട്ടുള്ള സൈഡിലേക്കും സി പോലെ വരച്ചു കൊടുക്കാൻ. നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്രിൻസസ് കട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. സാധാ ബ്ലൗസിന് ഇങ്ങനെയല്ല, പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിപ്പിടിച്ചപ്പോൾ എനിക്കൊരളവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ഒന്നുകൂടി അളന്ന് കണ്ടുപിടിക്കുകയാണ്. ഒന്നുകൂടി അളന്നിട്ട് അതിൻ്റെ പകുതി കണ്ടുപിടിച്ച് ആ പകുതി ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എനിക്ക് 10 ഏകദേശം കിട്ടിയത്. അപ്പം ഞാനവിടെ 5 അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് കൊടുക്കുക. ആ നോട്ട് ചെയ്ത ഭാഗത്തുനിന്ന് വേണം നമ്മളിനി സി വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ആ വരയ്ക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്, അങ്ങനെ വേണം നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ നേരെ വരച്ചിരിക്കുന്ന ഭാഗം കൂട്ടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ നടുക്കുള്ള ഭാഗം കട്ട് ചെയ്ത് പോകും കേട്ടോ. ഇനി നമ്മുടെ നെക്ക് പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എത്രയാണ്? 2.5 അവിടെ നിന്ന് 2 ഇഞ്ച് മാറ്റി നമ്മളുടെ ടോട്ടൽ ശരിക്കുള്ള കഴുത്തകൽ അടയാളപ്പെടുത്തുക. 2 ഇഞ്ച് തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാനത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വേണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മതി. 2 ഇഞ്ച് തന്നെ എടുക്കണം എന്നില്ല, 1.5 ഇഞ്ച് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1.5 ഇഞ്ച് മാറ്റി കൊടുക്കുന്നതായിരിക്കും വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇതിൻ്റെ മിഡ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ മിഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ വള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് 5 ഞാനിവിടെ അപ്പുറത്തെ ലൈൻ കൊടുത്തിരിക്കുന്നത്, അവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. W പോലെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി ഇറങ്ങി പോവും. അതുകൊണ്ടാണ് ഇനി നല്ല തുണിയിൽ നമ്മളത് വെട്ടിയെടുക്കുക. നമ്മളുടെ ലൈനിങ്ങിൽ വെട്ടിയിരിക്കുന്ന എങ്ങനെയാണോ അത് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കൊക്കെ സിമ്പിളായിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്കിനി നല്ല വശം വെച്ച് ചേർത്തടിച്ചുകൊണ്ട് നമുക്കതിനെ മറച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്ക് പോർഷനിലെ കഴുത്ത് റെഡിയായി കിട്ടും. നെക്സ്റ്റ് നമ്മൾ കൈ വെട്ടാൻ പോവുകയാണ്. കൈ വെട്ടുന്നത് ഞാൻ ആ മുകളിലത്തെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കാണ് കേട്ടോ. കുറച്ച് കയറ്റിറക്കമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തു. ഫ്രണ്ടിലത്തെ കൈക്കുഴിയുടെ അളവ് എടുക്കുക. ഫ്രണ്ടിലത്തെ കൈക്കുഴിയുടെ അളവ് എനിക്ക് വരുന്നത് 10 ആയിരുന്നു. അപ്പോൾ അതിന് 1 ഇഞ്ച് കുറച്ച് 9 എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ ഇറക്കം ഞാനൊരു 10ന് മേലെടുക്കുന്നു. 9ന് മേലെയാണെങ്കിൽ നമ്മുടെ കൈ ഇറക്കം എടുക്കുന്നത് 9ന് മുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കണക്കുകളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. കണ്ടോ, ഞാനിവിടെ 9ന് മുകളിലാണ് ഇറക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ലീവ് അടിക്കുമ്പോൾ അതിൻ്റെ കർവ് വരയ്ക്കുന്നതിൽ കുറച്ച് വ്യത്യാസം വരും. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ ഇറക്കം 11 എടുക്കുന്നുണ്ട്. അപ്പോൾ 11 ഇറക്കം എടുക്കുമ്പോൾ 30 to 35 ചെസ്റ്റ് ഉള്ളവർക്ക് 3 ആണ് കൈക്കുഴി നമ്മൾ കൊടുക്കേണ്ടത്. 35 to 40 വരെയുള്ളവർക്ക് 3.5. അങ്ങനെ ഓരോ കണക്കുകളുണ്ട്. ആ കണക്കനുസരിച്ച് നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ ആ ചെസ്റ്റിന് നമ്മൾ എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക കേട്ടോ. എനിക്ക് വേണ്ടത് 3.5 കാരണം എൻ്റെ ചെസ്റ്റ് 36 അതുകൊണ്ട് ഞാനിവിടെ 3.5 നോട്ട് ചെയ്തു. ദെൻ ഇവിടെ നിന്നും നമ്മുടെ ഈ മടക്കി വെച്ചിരിക്കുന്ന അവിടെ നിന്നും 1 ഇഞ്ച് നമ്മൾ മാറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് നമ്മളൊരു കർവ് പോലെ ഒരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കണം. 20 to 25 ചെസ്റ്റ് അളവുള്ളവർക്ക് 2 നമ്മൾ കൈക്കുഴി എടുക്കേണ്ടത്. 25 to 30 വരെയുള്ളവർക്ക് 2 തന്നെയാണ് കൊടുക്കേണ്ടത്. 30 to 35 ഉള്ളവർക്ക് 3ഉം 35 to 40 വരെയുള്ളവർക്ക് 3.5 കൊടുക്കേണ്ടത്. 40 to 45 വരെയുള്ളവർക്ക് 4 കൊടുക്കാം കൈക്കുഴി. അങ്ങനെ ഓരോ അളവുകളുണ്ട് കേട്ടോ. 45ന് മുകളിലുള്ളവർക്ക് 4.5 കൊടുക്കാം. ഇനി ഞാൻ അതേപോലെ കൈയിൻ്റെ വണ്ണം, താഴെയുള്ള വണ്ണം അടയാളപ്പെടുത്തി, അതായത് എത്രയാണോ നമ്മുടെ കൈവണ്ണം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൂട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ കർവ് വരച്ചു കൊടുക്കാം. കർവ് വരയ്ക്കാനാണ് എനിക്ക് കുറച്ച് പണിയായിട്ടുള്ളത്. എങ്കിലും നമ്മൾ കർവും വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കർവ് വരച്ചെടുക്കുക. ഇനി ഫ്രണ്ട് കൈക്കുഴി നമ്മളൊന്ന് കുഴിച്ച് വെട്ടില്ലേ, അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം, ഇത് കട്ട് ചെയ്ത് ബാക്ക് നമുക്ക് കിട്ടി, അതായത് ഇത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശവും ചേർത്ത് വെക്കുക. ഒന്നില്ലെങ്കിൽ നല്ല വശവും ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ പൊട്ടവശവും ഇതുപോലെ ചേർത്ത് നിവർത്തി വെക്കുക. അതിനു മുന്നേ നമ്മൾ ഇതിന്റെ മിഡ്, അതായത് ഈ മടക്കി വെക്കുമ്പോൾ തന്നെ ആ മിഡ് പോർഷൻ ഒന്ന് നോച്ചിട്ട് കൊടുക്കണം. എവിടെ നിന്നാണ് നമ്മളിത് അടയാളപ്പെടുത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു അളവ് എടുക്കുന്നുണ്ട്. കൈക്കുഴി
കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2.5, ആ മിഡിൻ്റെ അടയാളപ്പെടുത്തിയിരുന്ന അവിടെ നിന്ന് 2.5, ഇപ്പുറത്ത് നമ്മൾ കൊടുത്ത അളവില്ലേ അവിടെ നിന്നും 2.5 കൊടുക്കാം. ഇവിടെ നിന്നും 2.5 അടയാളപ്പെടുത്തി ഈ കാണുന്ന 2 പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് എത്രയാണെന്ന് അളന്ന് നോക്കുക. കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് അളന്ന് നോക്കി അതിൻ്റെ മിഡ് പോർഷൻ കണ്ടുപിടിക്കുക. അതിനെത്രയാണ്, അതിനൊരു മിഡ് ഉണ്ട്. ഇപ്പം 5 ആണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് പോർഷൻ 2.5 ആയിരിക്കും. അങ്ങനെ എത്രയാണ് നമ്മുടെ അവിടെ നിന്ന് കിട്ടുന്ന അതിൻ്റെ അളവ്, അതിൻ്റെ മിഡ് അടയാളപ്പെടുത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കി നമ്മൾ ഇവിടെ ഒരു കുഴി പോലെ വരച്ചു കൊടുക്കുക. ചെറിയൊരു കർവ് വരച്ചു കൊടുക്കുക, ഈ 2.5 ടു ആ 2.5 വരെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് കൈക്കുഴി റെഡി ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയില്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടിലെ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ പൊങ്ങിയ പോലെ ഇരിക്കും, ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ കൈ, നമുക്കൊരു ചുക്കും ചുളിവൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫ്രണ്ട് കൈക്കുഴിയും വെട്ടിയെടുത്തിട്ടുണ്ട്, കൈയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ പോർഷൻ കട്ടായി പോകുമെന്ന് പറഞ്ഞില്ലേ, കട്ട് ചെയ്തു. ഇതാ സ്റ്റിഫിൽ നമ്മൾ കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു തുണിയിൽ നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ സൈഡ് പോർഷനൊക്കെ നമ്മൾ ഒട്ടിക്കുക എന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രിൻസസിൻ്റെ സി വെക്കുന്നതെന്നുള്ളതാണ്. ഈ ഭാഗത്തുനിന്നും ഈ ഭാഗം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 പോർഷൻസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നല്ല ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഒരു ലൈനിങ്ങിൻ്റെ പോർഷൻ ഉള്ളിലേക്കാക്കി, നല്ല പോർഷൻ ഉള്ളിലേക്കാക്കി. അപ്പോൾ കുത്തിക്കൊള്ളുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും, പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. ഇനി നമ്മൾ കപ്പ്, ഇവിടെ നമുക്ക് ബ്രാ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് പകരം നമ്മൾ കപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒത്തിരി വൈഡായിട്ടുള്ള നെക്കായതുകൊണ്ട് ബ്രായുടെ സ്ട്രാപ്പ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കപ്പ് വെച്ച് കൊടുത്താണ് ചെയ്യുന്നത്. കപ്പിൻ്റെ ഇനി സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടും. അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മൾ സി വരച്ചപ്പോൾ നമ്മളൊരു ബ്രസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, ആ ബ്രസ്റ്റ് പോയിന്റ് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോച്ചിട്ട് കിട്ടിയ ഭാഗത്തേക്ക് നമ്മളുടെ ഈ പോയിന്റ് അതും കൂടി ഒന്ന് ആദ്യം തുന്നി കൊടുക്കുക. അതിനുശേഷം അവിടെ ഒന്ന് 2 അടിയടിച്ച് സ്റ്റിച്ച് ചെയ്ത് അത് ഉറപ്പിച്ച് പിടിപ്പിക്കുക. ലൈനിങ്ങിലാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. നല്ല പോർഷനിൽ നമ്മളത് അടിച്ചു കൊടുക്കുന്നില്ല, ലൈനിങ്ങിൽ വെച്ച് കൊടുക്കണം. ഈ കപ്പ് കണ്ടോ, അവിടെ ഒരു നോച്ച് കണ്ട, ആ നോച്ചും ഈ നമ്മൾ അടയാളപ്പെടുത്തിയതും കൂടി ഒന്ന് തുന്നി കൊടുക്കുക. അങ്ങനെ തുന്നി 2 ഭാഗവും അങ്ങനെ തുന്നി കൊടുക്കുക. അതായത് 2 കപ്പും അങ്ങനെ കണ്ടുപിടിക്കുക. ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ച് നമ്മളിത് ആ കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഞാൻ ആദ്യം തുന്നി കൊടുത്തു, പിന്നെ ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അനങ്ങാണ്ട് നിന്നോളൂ കേട്ടോ. പിന്നെ അത് അനങ്ങില്ല, നല്ല വൃത്തിയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ആദ്യം സ്റ്റിഫുള്ള ഭാഗത്ത് നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുക. ആദ്യം ഇത് കഴുത്ത് നമ്മൾ ചീത്തവശമൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ചതിന് ശേഷം സ്റ്റിഫ്, ഇത് ബാക്കാണ്. ബാക്കിൽ നമ്മൾ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ തുണിയിട്ട് അടിച്ചതിന് ശേഷം മറച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് നല്ല വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം സ്റ്റിഫ് ഉള്ളിലേക്ക് ആക്കി തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ 1/2 ഇഞ്ചിൽ നമ്മളൊരു ഇപ്പം തന്നെ ഒരു വള്ളി വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വൃത്തിയാവും. ഞാനത് ആദ്യം ചെയ്തില്ല, രണ്ടാമത് ഒന്നുകൂടി അഴിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ വള്ളി ഓൾറെഡി അപ്പം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3.5 3 ഇഞ്ചും ഒരു ഒക്കെ മക്കിയിട്ട് നമ്മളൊരു വഞ്ചി പോലെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തേക്ക് വെക്കാനുള്ള കട്ടിങ് ആണിത്. നമ്മളൊരു പീസ് നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിൻ്റെ തുണിയിൽ താഴത്തെ പോർഷനിൽ. അപ്പം ഞാൻ 2 ലൈനിങ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ലൈനിങ് എടുത്തിട്ടാട്ടോ. അങ്ങനെ ലൈനിങ്ങും നല്ല തുണിയും 2 ലൈനിങ് ഒരുമിച്ച് വെച്ച് അതിൻ്റെ മേലെ നല്ല തുണി ഒരുമിച്ച് വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് മറച്ചിട്ട് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തു. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട്. ഇനി ഇതിന് നമ്മൾ പട്ടയാക്കിയിട്ട് നമ്മുടെ താഴെ ബ്ലൗസിന് നേരെ ഇങ്ങനെ വെച്ച് കൊടുത്ത് മറച്ചടിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല ക്ലീനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ താഴത്തുള്ള ഭാഗം ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയും ഉണ്ടാവും, സ്റ്റിഫോട് കൂടി ഇരിക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ നടുക്കുന്ന ഇങ്ങനെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഇപ്പുറത്ത് നടക്കുന്ന അപ്പുറത്തേക്കും അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിലൊരു കണ്ടോ, ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതിനുശേഷം 2 കൈയും നമ്മളുടെ ഷോൾഡർ ജോയിൻ ചെയ്യാണ്. ഷോൾഡർ ജോയിൻ ചെയ്ത്
കൈ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ കൈ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രണ്ട് കൈക്കുഴി വെട്ടിയത് ഫ്രണ്ടിലേക്ക് തന്നെ ആക്കി അടിക്കണം. നല്ല വശവും ചേർത്തടിക്കുക. അപ്പം നമുക്ക് മാറിപ്പോവില്ല എപ്പോഴും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വശത്തേക്ക് സ്റ്റിച്ച് വരും, പിന്നെ അഴിച്ചടിക്കേണ്ടി വരും. ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പം വരില്ല. ഇതിൻ്റെ മിഡ് കണ്ടുപിടിച്ച് ആ മിഡ് മുതൽ നമ്മൾ അടിച്ചു തുടങ്ങാം കേട്ടോ. ഇങ്ങനെ അവിടെ നിന്നേ ഇങ്ങനെ പിടിച്ച് ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. കുറച്ച് ടൈം എടുത്ത് വേണം നമ്മൾ കൈ അഴിച്ചെടുക്കാൻ. കാരണം എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഏകദേശം അതൊക്കെ നമ്മുടെ കഴിഞ്ഞു. അതൊക്കെ നല്ല വൃത്തിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കപ്പും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടുണ്ട്. ഇനി എനിക്ക് മിസ്സായി പോയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളി വെക്കാനുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. മോളുടെ ഫോൺ എടുത്തിട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ അവിടെ ഒരു വള്ളി കൂടി വെച്ചു കൊടുക്കുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡിലൊന്ന് തയ്ച്ചു നോക്കൂ. നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഞാൻ അടിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ നോട്ട് നെക്ക് ഡിസൈനർ ബ്ലൗസ് കേട്ടോ. ബാക്കിൽ ഞാൻ ഇതേപോലെ ഒരു വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.